നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഓഗസ്റ്റ് 15. സ്കൂളിലെ ജന്മാഷ്ടമി സെലിബ്രേഷനും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന സെലിബ്രേഷനും ഒരുമിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ടീച്ചേഴ്സിന് നല്ല പണിയുണ്ടായിരുന്നു. വെളുപ്പിന് 6:30 ഞങ്ങളുടെ സ്കൂൾ വാൻ വരുമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് രാവിലത്തേക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം റെഡിയാക്കി. 6:30 എന്ന് ടൈം പറഞ്ഞിരുന്നെങ്കിലും 6:15 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ വാൻ എത്തിയിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ടീച്ചേഴ്സിനെല്ലാം സാരി ഉടുക്കണമായിരുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ചുരിദാർ തന്നെയാണ് ഡ്രസ്സ്. ട്രൈ കളർ സാരി എന്നാണ് അവർ പറഞ്ഞത്. അവർ ഉദ്ദേശിച്ചത് പതാകയിലുള്ള ചുവപ്പ്, വെള്ള, പച്ച ഈ 3 നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നമ്മുടെ സാരിയിൽ ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ എനിക്കുണ്ടായിരുന്നത് ഗ്രീൻ സാരി ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ സാരിയാണ് ഉടുത്തത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളൊരു ചെറിയ ടൗൺ പ്രദേശം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ വില്ലേജ് ഏരിയ ആണ്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം നിങ്ങളൊന്ന് കണ്ടോളൂ. സ്കൂളിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വില്ലേജ് ഏരിയയിൽ കൂടിയാണ്. ഇതിൻ്റെ ഒരു പാടത്തിൻ്റെയൊക്കെ നല്ല നടുക്കായിട്ട് വരും നമ്മുടെ സ്കൂള്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് സ്കൂൾ ടൈം നേരത്തെ ആണല്ലോ ഇവിടെ. അപ്പോൾ നമ്മൾ ഒരുപാട് വെളുപ്പിന് എണീറ്റ് എല്ലാം ഫുഡ് റെഡിയാക്കി ഡ്രസ്സ് ശരിയാക്കി എല്ലാം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് തിരക്കിട്ട് ചെയ്യുമ്പോഴത്തേക്കും ആകെപ്പാടൊരു ടെൻഷനാണ്. പക്ഷേ വണ്ടിയിൽ കയറി കഴിഞ്ഞ് സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് പോകാനും എനിക്കിഷ്ടമാണ്. ഈ ഒരു ഭാഗത്തൂടെ എപ്പോൾ പോയാലും ഈ പാടത്ത് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. മെയിൻലി ഗോതമ്പ് അല്ലെങ്കിൽ നെല്ലാണ് അവർ ചെയ്യാറ്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഗോതമ്പാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ദൂരെ കാണുന്ന ആ വൈറ്റ് കളർ ബിൽഡിങ്ങാണ് നമ്മുടെ സ്കൂള്. അപ്പോൾ നമ്മുടെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റുഡൻസ് എല്ലാം രാവിലെ തന്നെ വന്നിട്ടുണ്ട്. കാരണം സ്റ്റുഡൻസിനുള്ള ടൈം 8 മണിയായിരുന്നു. എല്ലാവരും ഫ്ലാഗെല്ലാം പിടിച്ച് വളരെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ക്ലാസ്സിലേക്കാണ് പോയത്. ക്ലാസ്സിലെ ചെയറും ഡെസ്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഇന്ന് എല്ലാ കുട്ടികളും വരില്ലായിരിക്കും, പക്ഷേ എന്നാലും വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടു. സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ചെയ്ത ഡെക്കറേഷനാണ് ഈ കാണുന്നതെല്ലാം. ഞാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് എത്തി. ഇനി ക്ലാസ്സിലെ ബോർഡൊക്കെ ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവൻ എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുട്ടികളെല്ലാം കുറച്ച് കുറച്ചായിട്ട് സ്കൂളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരെയും കയ്യിൽ നമ്മുടെ ഫ്ലാഗും പിന്നെ ചെറിയ കുട്ടികളെല്ലാം വേറെ ഡ്രസ്സിലെല്ലാം വന്നിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഡ്രസ്സ്. ഇവന്മാർ ക്ലാസ്സിൽ കൂടെ ഓടി നടന്നതിന് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ്. കൃഷ്ണാഷ്ടമിയും ഇൻഡിപെൻഡൻസ് ഡേയും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ഇത്രയും ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സ്വാതന്ത്ര്യദിന പരേഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഹൗസ് വൈസാണ് എല്ലാം നടത്തിയത്. ഇൻഡിപെൻഡൻസ് ഡേ പരേഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ വന്നു. നെക്സ്റ്റ് ക്ലാസ് ടീച്ചേഴ്സ് തന്നെ അറേഞ്ച് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസാണ് നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ 1 hour അതിനു വേണ്ടി ഞങ്ങൾക്ക് കിട്ടി. ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രോയിങ് ചെയ്ത് കളർ കൊടുക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. തലേദിവസം തന്നെ പറഞ്ഞു വിട്ടിരുന്നത് കൊണ്ട് എല്ലാ കുട്ടികളുടെയും കയ്യിൽ A4 ഷീറ്റ്, കളർ ചെയ്യാനുള്ള പെൻസിൽ എല്ലാം ഉണ്ടായിരുന്നു. കൂടുതലും ഗേൾസിൻ്റെ കയ്യിലാണ് ഈ വക സാമഗ്രികളെല്ലാം ഉണ്ടായിരുന്നത്. ബോയ്സിൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു സോങ് പാടാനാണ് പറഞ്ഞത്. ഒരുപാട് കുട്ടികൾ ശ്രീകൃഷ്ണനായി
ഒരുങ്ങി വന്നിരുന്നെങ്കിലും നഴ്സറിയിൽ പഠിക്കുന്ന ഈ കുഞ്ഞ് ശ്രീകൃഷ്ണനാണ് എൻ്റെ ഫേവറേറ്റ്. ചോക്ലേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവിടെ ഇരുത്തിയത്. പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞപ്പോൾ നേരം ഒത്തിരി വൈകിയിരുന്നു. പിന്നെ ഞങ്ങൾ സ്കൂൾ വിട്ടിറങ്ങി നേരെ വീട്ടിലെത്തി.